केरल में एर्नाकुलम जिले का त्रिक्काकारा एर्नाकुलम लोकसभा सीट का हिस्सा है। आगामी विधानसभा चुनाव में यहां यूडीएफ, एलडीएफ और एनडीए के बीच दिलचस्प त्रिकोना मुकाबला है। ये सीट 2008 में बनी थी। उसके बाद से हुए सभी 4 चुनावों में यहां कांग्रेस की जीत हुई है। मौजूदा विधायक उमा थॉमस ने 2022 उपचुनाव में ये सीट जीती थी। ये सीट उनके पति और तत्कालीन विधायक पीटी थॉमस के निधन से खाली हुई थी। कांग्रेस ने उन्हें फिर से अपना उम्मीदवार बनाया है। वे न सिर्फ अपनी जीत बल्कि यूडीएफ की सत्ता वापसी को लेकर भी आश्वस्त हैं। തീർച്ചയായിട്ടും UDF ഭരണത്തിൽ വരും. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഈ ദുർഭരണത്തിനെതിരെ 10 വർഷമായിട്ട് കള്ളന്മാരെയും കൊള്ളക്കാരെയും സംരക്ഷിക്കുന്ന ഈ ഭരണത്തിനെതിരെ ഒറ്റക്കെട്ടായിട്ട് കേരളം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നല്ല ശുഭാപ്തി വിശ്വാസമുണ്ട്. 100+ എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്ന പോലെ 100 അല്ല 105+ തന്നെ പോകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. एलडीएफ की ओर से उन्हें चुनौती दे रही हैं सीपीआईएम नेता पुष्पा दास। अभी तक सीपीआईएम यहां निर्दलीय उम्मीदवारों को समर्थन देती थी। इस बार पार्टी ने अपना उम्मीदवार मैदान में उतारा है। पहली बार चुनाव लड़ रही दास का दावा है कि पिछले 5 साल में यहां कोई विकास नहीं हुआ है। वे हालात बदलने का वादा कर रही हैं। ഈ മണ്ഡലത്തിന്റെ വികസന ആവശ്യങ്ങൾ തന്നെയാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ആയുധമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ 4ാമത്തെ ദിവസമാണ് ഈ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി എന്ന നിലയിൽ പര്യടനം നടത്തുന്നത്. സംഘടനാ രംഗത്ത് ഇതിനു മുമ്പ് ഇവിടെ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഈ മണ്ഡലത്തിൽ ജനങ്ങളോട് സംവദിക്കുമ്പോൾ അവർ പറയുന്നത് കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ മണ്ഡലത്തിൽ വികസനത്തിന് വേഗതയുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വികസനം തന്നെയാണ് ഞങ്ങൾ പ്രധാനപ്പെട്ട ഒരു അജണ്ടയായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്നത്. एनडीए की सहयोगी पार्टी 2020 ने बिग बॉस मलयालम के विजेता अखिल मारार को मैदान में उतारा है। इससे इस मुकाबले में सेलिब्रिटी का तड़का लग गया है। मारार भी पहली बार चुनाव लड़ रहे हैं। उन्होंने कांग्रेस से पाला बदला है। തീർച്ചയായിട്ടും നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 13 വർഷമായിട്ട് ഈ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡെവലപ്മെന്റ്സ് അതെല്ലാം ഒരുപക്ഷെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ നമ്മുടെ മലയാളികൾക്ക് അത്ര എളുപ്പത്തിൽ BJP അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് അവരിവിടെ കൂടുതൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷേ അടിസ്ഥാനപരമായിട്ട് കാലങ്ങളും വർഷങ്ങളും മാസങ്ങളും ഒക്കെ മാറുന്നതനുസരിച്ച് BJPക്ക് അക്സെപ്റ്റൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ തന്നെ നിർത്തിക്കൊണ്ട് NDA ഇത്തവണ ഒരു മികച്ച തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. സ്വാഭാവികമായിട്ടും ആ മാറ്റം റിഫ്ലക്ട് ചെയ്യാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. അല്ലെങ്കിൽ തന്നെ ഒരുപാട് കോട്ടകൾ നമ്മുടെ രാജ്യത്ത് UDFൻ്റെതും UPയുടെയൊക്കെ പൊളിഞ്ഞതാണ്. പൊളിച്ച ആൾ BJP ആണ്. പൊളിച്ച ആളുടെ പേര് നരേന്ദ്രമോദി എന്നാണ്, അല്ലെങ്കിൽ അമിത്ഷാ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമുക്കും വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. ഞാനും ആ പ്രതീക്ഷയിലാണ്. അതിനേക്കാൾ ഉപരി ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെതായ ചില കാഴ്ചപ്പാടുകൾ കൂടി അവതരിപ്പിച്ചുകൊണ്ടാണ് തൃക്കാക്കരയുടെ ജനങ്ങളുടെ മുന്നിലേക്ക് ഞാനും എത്തുന്നത്. यूडीएफ और एनडीए दोनों उम्मीदवार घर घर जाकर जनसंपर्क कर रहे हैं, सामुदायिक बैठकें कर रहे हैं और चर्च और दूसरे धार्मिक संस्थानों का दौरा कर रहे हैं। वहीं कुछ मतदाता साफ तौर पर बदलाव के पक्ष में हैं। UDF ഭരിച്ചിട്ട് എന്താ ചെയ്തോ? ഒന്നും ചെയ്തിട്ടില്ല. തൃക്കാക്കര പഴയ തൃക്കാക്കര തന്നെയാണ്. ഈ മണ്ഡലം രണ്ടായിട്ട് തൃപ്പൂണിത്തുറ തൃക്കാക്കരയായി വന്നിട്ട് പോലും ഒരു വികസനവും തൃക്കാക്കര മണ്ഡലത്തിലുണ്ടായില്ല. ഈ MLA ഈ റോഡൊക്കെ ഈ അളന്ന് തിരിച്ചിട്ടിട്ട് കാലം കുറയായി. സീപോർട്ട് എയർപോർട്ട് റോഡ് വരാൻ വേണ്ടിയിട്ട് കാലങ്ങളായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇതുവരെ തൃക്കാക്കര MLA PT തോമസ് ആയിരുന്നപ്പോഴും അത് തന്നെ, ഉമാ തോമസ് വന്നപ്പോഴും അത് തന്നെ. ഒരു മാറ്റവും ഇവിടെ വന്നിട്ടില്ല. ഇനി LDF വന്നാൽ മാറ്റം വരും. ട്രാഫിക്കാണെങ്കിൽ അന്യായമായ ട്രാഫിക് എല്ലാ ദിവസവും കാക്കനാട് ജംഗ്ഷൻ മുതൽ സിഗ്നൽ മുതൽ ഇൻഫോ പാർക്ക് വരെ എല്ലാ ദിവസവും ബ്ലോക്കാണ്. അന്യായമായ ബ്ലോക്ക്. ഇതിന് യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല ഇതുവരെയായിട്ട്. അപ്പോൾ നമുക്ക് ഒരു മാറ്റം നോക്കാൻ ഇനി ആവശ്യമാണ്. LDF സർക്കാർ വീണ്ടും അധികാരത്തിൽ തന്നെ ശക്തമായി തിരിച്ചു വരും എന്നുള്ളതാണ് എല്ലാവരുടെയും പ്രതീക്ഷയും ഞങ്ങളും പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ്. അതേപോലെ തൃക്കാക്കര മണ്ഡലം ഒന്ന് മാറണം. हालांकि यूडीएफ समर्थकों को यकीन है कि ये सीट कांग्रेस के पास ही रहेगी. ഇലക്ഷൻ്റെ വളരെ പോസിറ്റീവാണ്. കാരണം നിലവിലെ PT തോമസ് MLA ആയിരുന്നു. അതിനുശേഷം ഉമ്മ ചേച്ചി MLA ആയിട്ട് വന്നു. ഞങ്ങൾക്ക് UDFനെ സംബന്ധിച്ചോളം വളരെ പോസിറ്റീവായിട്ടുള്ള മണ്ഡലമാണ്. ഒരു കാരണവശാലും പരാജയപ്പെടാത്തൊരു മണ്ഡലമാണ് തൃക്കാക്കര. അതിന്റെ പോസിറ്റീവ് വശം കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് സ്ഥാനാർത്ഥിയുടെ പ്രചരണം പരിപാടി ആരംഭിച്ചിരിക്കുന്നത്. ഉമ്മച്ചേച്ചി സ്ഥാനാർത്ഥിയായിട്ട് വന്നതിൽ വളരെ സന്തോഷം. തീർച്ചയായിട്ടും ഉമ്മച്ചേച്ചി വൻ ഭൂരിപക്ഷത്തിൽ നമ്മുടെ തൃക്കാക്കരയിൽ വിജയിക്കും. കഴിഞ്ഞ തവണ ഉണ്ടായ ഭൂരിപക്ഷത്തിൽ അധികം ഭൂരിപക്ഷത്തോടു കൂടി ഉമ്മച്ചേച്ചി പ്രാവശ്യം വിജയിക്കും.
त्रिक्काकारा एक प्रमुख शहरी निर्वाचन क्षेत्र है, जहां भारी संख्या में मध्यम वर्गीय आबादी और प्रमुख आईटी हब हैं। मेट्रो कनेक्टिविटी समेत बुनियादी ढांचे के विस्तार के साथ ये क्षेत्र कोच्चि के तेज शहरी विकास को दर्शाता है। पारंपरिक रूप से कांग्रेस का गढ़ रहा त्रिक्काकारा अब एक कड़े त्रिकोणीय मुकाबले का गवाह बन रहा है। केरल में 9 अप्रैल को मतदान होगा।